കുഞ്ചാക്കോയുടെ പെർഫോമൻസ് കാണാമെന്ന്. പക്ഷേ ഇതിൽ അതുപോലെ തന്നെ ഞെട്ടിച്ച് വിശാഖനായന്മാരുടെ എന്താ പറയുക, ഇതിലെ ഒരു വില്ലന്മാരുടെ ഒരു ഗ്യാങ് അവരും അതിലൂടെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അത് ഇരട്ട നായാട്ട് തുടങ്ങിയ പോലീസ് സ്റ്റോറികൾ മുമ്പ് ചെയ്തിട്ടുണ്ട് മാറ്റിമക്കാട്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടെ ഒരു എൻ്റർടൈനിങ്, കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ് ആയിട്ട് ഈ സിനിമയെ കാണിച്ചത്. പിന്നെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഒരു കഥ തന്നെയാണ് സിനിമയ്ക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ ശക്തമായൊരു തിരക്കഥ, ഒരു ഓഫീസർ ആ കുറ്റാന്വേഷണ കഥക്കൊപ്പം തന്നെ അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണിച്ചത്. അങ്ങനെ ഫാമിലി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി കണക്ട് ആവുന്ന രീതിയിലാണ് അതിൻ്റെ കഥ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോ ബോബൻ ഒരു ഹെവി ഡിഫിറ്റാണ് ഈ സിനിമ. എന്താണ് ബോഗൻവില്ലേക്ക് തരാൻ പറ്റാത്തൊരു കിക്ക് ഈ സിനിമയിൽ കുഞ്ചാക്കോയിൽ തരാൻ പറ്റും. അതാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിന് മേലെയാണ് ഈ സിനിമ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വിജയുടെ BGM ഒക്കെ ശരിക്കും തിയേറ്റർ ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രിയേഷൻ ആയിരുന്നു സിനിമയിൽ കാണാൻ പറ്റിയത്. മൊത്തത്തിൽ സിനിമ പോലീസ് സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഫാമിലി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗംഭീരമായ പെർഫോമൻസ് സിനിമ. ഇതുവരെ നമ്മൾ കാണാത്തൊരു ചാക്കോച്ചിനെ കാണാൻ ഈ പടം കണ്ടാൽ അത്രയ്ക്കും സൂപ്പർ പെർഫോമൻസ് ആണ്. എടുത്ത് പറയേണ്ട പെർഫോമൻസ് ആണ് ചാക്കോച്ചിൻ്റെ പെർഫോമൻസ് എടുത്തെന്ന് പറയാം. അത്രയും നല്ല അടിപൊളി നല്ല. അതുപോലെ സ്റ്റോറി ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന സ്റ്റോറി. കാരണം ഡ്രഗ്സും അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര എല്ലാം കൊണ്ടും നല്ല ഒന്നും മോശം പറയാനില്ല. അത്രയും നല്ല സൂപ്പർ പടം. എൻഗേജിങ് ആണോ? ടോട്ടലി എൻഗേജ്ഡ് ആണ് നമുക്ക് പടത്തിൽ. ടോട്ടലി എൻഗേജ്ഡ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ലാഗ് എന്നൊരു സംഭവമില്ല. കാരണം എല്ലാം കൊണ്ടും ചാക്കോച്ചൻ്റെ പെർഫോമൻസാണ് എടുത്തു പറയേണ്ടത്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ചാക്കോച്ചൻ്റെല്ലോ അതാണ്. വേറല്ല ഒന്നും പറയാനല്ല. അത്രയ്ക്കും നല്ല ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പടം ഇടിച്ചിരിക്കുന്നുണ്ട്. തിയേറ്റർ തന്നെ കൊണ്ട് പടം കാണാൻ അതിനുള്ള ഐറ്റം എല്ലാം ഇതുണ്ട്. കുഞ്ചാക്കോ ബോബനെ നമ്മൾ ഈ ഒരു ലെവലിൽ കണ്ടിട്ടില്ല. ആ രീതിയിലാണ് പടത്തിനെ മേക്ക് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഫസ്റ്റ് കുഞ്ചാക്കോനെ ആ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നത് ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ദിലീപ് പുഞ്ചിയുടെ ഡയറക്ടറുടെ പടമാണ്. എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് തിയേറ്ററിൽ കാണാം. അതിനുള്ള എല്ലാ എലമെൻസും ഉണ്ട്. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് പോകുന്നത്. ഒരു സൈക്കോളജിക്കൽ ഫാമിലി ത്രില്ലെന്ന് പറയാൻ പറ്റും. ക്ലൈമാക്സ് നമ്മൾ ചേർന്ന് ഇറങ്ങിയതൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടെസ്റ്റ് ഉണ്ട്. പടം പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. വില്ലന്മാരെങ്ങനെയുണ്ട്? വില്ലന്മാരെ പണി മൂവി കണ്ടിട്ടില്ലേ, അതിൻ്റെ വേറൊരു ലെവലായിട്ടാണ്. ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഇന്നലെ പ്രേക്ഷകരോടെ കണ്ടപ്പോൾ എന്ത് തോന്നി? റെസ്പോൺസ് ഉണ്ടാവും തോന്നിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസിന് മാറ്റി വെച്ചിട്ട് ഫുൾ ക്യാരക്ടറിൽ ചെയ്യുന്നത്. എനിക്ക് സന്തോഷമുണ്ടായി. പ്രേക്ഷകരാണെല്ലാം തീരുമാനിക്കുന്നത്. കണ്ടിട്ട് ഇനി ബാക്കിയുള്ള അഭിപ്രായങ്ങൾ അറിയാം. ഇപ്പം എല്ലാവരും പറയുന്നത് നായകനെ വിറപ്പിച്ച ഒരു വില്ലന്മാരാണ് ഇതിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം. അല്ലാതെ എന്താ പറയുക, എത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പറയുന്ന പോലെ ചാക്കോസിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, ഇത്രയും മാറ്റിച്ചതിനെ പോലുള്ള ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, എല്ലാം സന്തോഷം. ഭയങ്കര സന്തോഷമുണ്ട്. ഈ പടം ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഹാപ്പി സീനാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് മുകളിലേക്കാണ് പരിപാടി പോയേക്കണേ. ത്രില്ലിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയിട്ട് കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എല്ലാവരും റെസ്പോൺസ് ഒത്തിരി സന്തോഷം. എന്നാലും ഫിലിം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു ക്യാരക്ടറായിരുന്നു മീനാക്ഷിയുടെ. എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടറായിരുന്നു. ചാക്കോച്ചിൻ്റെ മകളായിട്ടാണ് അഭിനയിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എനിക്ക് ഞാൻ കുറച്ച് നാളിന് ശേഷം എനിക്ക് ഇതിലൊരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് അറിഞ്ഞുള്ള അറിവില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം. ചോദിച്ചറിയണം എങ്ങനെയുണ്ട് സിനിമ. നിങ്ങൾ കണ്ടോളൂ. ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? അന്നപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലായിട്ടും പറയൂ, എല്ലാവരും വന്ന് കാണാൻ പറ്റും. നായകനെ ഒരു വിറപ്പിച്ച വില്ലന്മാരെന്നാണ് സിനിമ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പം അപ്പം അത് എന്ത് തോന്നി സ്ക്രീനിൽ കണ്ടപ്പം? നല്ല സന്തോഷമുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു റോളായിരുന്നു സെലിൻ്റെ റോൾ. വില്ലനായിട്ട് ഫസ്റ്റ് തന്നെ കയറാന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. സാധാരണ ഫീൽ ലൈക്ക് ആക്ട്രസസ് ഗെറ്റ് കാസ്റ്റ് ഇൻ ലൈക്ക് റൊമാൻറ്റിക് റോൾസ്. പക്ഷെ അതല്ലാതെ ഒരു വില്ലൻ റോൾ, അതും ഒരു ക്രേസി റോൾ. ഐ ലവ് ഇറ്റ് ആൻഡ് ഐ ലവ് ഡൂയിങ് ആക്ഷൻ. ചാക്കോച്ചന് എത്ര അടി കിട്ടി? ചാക്കോച്ചിന് കുറേ അടി കിട്ടി, എനിക്കും കുറേ അടി കിട്ടി. പടമാണ്. ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ചാക്കോച്ചിനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു സിനിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആൾക്കാരടക്കം എല്ലാവരും അവരുടെ അടിപൊളി മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇപ്പോൾ കണ്ടവരെല്ലാവരും പറയുന്നത് നായകനെ വിറപ്പിച്ച വില്ലന്മാരാണ് സിനിമയിൽ കണ്ടതെന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ കുറച്ചധികം പടങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന പൊതുവെ വില്ലൻ ക്യാരക്ടേഴ്സ് ഭയങ്കര പവർഫുള്ളായിരിക്കും. അതിനനുസരിച്ച് നായകൻ
നായകൻ്റെ പണി കൂടും ഇതുപോലെ തന്നെയായിരുന്നു. അത്രയും നല്ല രീതിയിലാണ് കാസ്റ്റൊക്കെ ചെയ്തിട്ടുള്ളത്. എക്സലൻറ്റ്, നല്ല പടമാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ വേറെ റേഞ്ച് ഓഫ് പെർഫോമൻസ് ഇതിൽ കാണാൻ പറ്റുമോ? ചാക്കോസിനെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ കാണുന്ന ഒരാളെയല്ല, നമ്മൾ ഈ സെറ്റിലൊക്കെ ആൾ ഭയങ്കര റഫായിട്ട് തന്നെയായിരുന്നു. കാരണം അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതുവരെ കാണാത്ത ക്യാരക്ടറിനെ മൊത്തത്തിൽ കാണാൻ പറ്റും. ചാക്കോസിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടു നായകനെ വിറപ്പിച്ച വില്ലന്മാരെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അത് തോന്നി. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല റെസ്പോൺസാണ്. ഇറങ്ങിയിട്ട് കിട്ടുന്ന നല്ല റെസ്പോൺസാണ്. ഇതിൻ്റെ ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് മൂവിയാണോ? എങ്ങനെയുണ്ടായിരുന്നു ചാക്കോച്ചനായിട്ടുള്ള എക്സ്പീരിയൻസ്?